Hello everyone, welcome to Central Government Job Updates. അപ്പോൾ നമ്മുടെ CISF അതായത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് SSC-GDയുടെ ഒക്കെ കീഴിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഡ്രൈവർ വേക്കൻസിയാണ്, കോൺസ്റ്റബിൾ ഡ്രൈവർ വേക്കൻസിയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അവർ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സാമിനേഷൻ പാറ്റേൺ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ചാൻസ് ആണ്, അത് യൂസ് ചെയ്യുക നന്നായിട്ട്. അത് മാത്രമല്ല ആദ്യം ഫിസിക്കൽ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആണ് വരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അത് പാസ്സായാൽ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ CISFന്റെ കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ്, കോൺസ്റ്റബിൾ ഡ്രൈവർ റിക്രൂട്ട്മെന്റ് ആണ് ഈ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ഇവന്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് വിളിച്ചിട്ടുള്ളത് 21 ജനുവരിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത്. 21 ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്നു. അതിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 3-നാണ്. ഫെബ്രുവരി 3-നാണ് ഇതെന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 4th March ആണ്. അപ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിനും ഇടയിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം എന്തൊക്കെയാണോ കണ്ടീഷൻ അതെല്ലാം നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഫെബ്രുവരി 3 തൊട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഓൺലൈൻ ആവും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങൾക്കറിയാലോ ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് എക്സാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കും എക്സാം ഡേറ്റ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു 2 months ടൈമെങ്കിലും അവർ എന്ത് ചെയ്യും തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാർച്ച് കഴിഞ്ഞിട്ടായിരിക്കും, എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പോസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ 2 വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 2 പോസ്റ്റിലേക്കാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ഒന്ന് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുകളിലേക്കും, അത് കഴിഞ്ഞ് കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ആണ് കേട്ടോ, പമ്പ് ഓപ്പറേറ്റർ. ഓക്കെ, പമ്പ് ഓപ്പറേറ്ററിലേക്കുമാണ് വിളിച്ചിട്ടുള്ളത്. കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് 845 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ വേക്കൻസി ഡ്രൈവർ വേക്കൻസിയാണ്. അത് കഴിഞ്ഞ് ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്ററിലേക്ക് 279, ഡ്രൈവിംഗും അറിഞ്ഞിരിക്കണം പമ്പ് ഓപ്പറേഷനും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 279 വേക്കൻസി അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 1124 വേക്കൻസി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നിങ്ങൾക്ക് അറിയാം ഉള്ള പാരാമിലിറ്ററി ഫോഴ്സിൽ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഫോഴ്സാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഫ്രീഡം അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ഷണം വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളാം. 1124 വേക്കൻസിയാണ് വിളിച്ചത്. അത് ഓരോ കാറ്റഗറി അനുസരിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കോൺസ്റ്റബിൾ ഡ്രൈവറിന് UR കാറ്റഗറിയിൽ 344 വേക്കൻസി ഉണ്ട്. SC കാറ്റഗറിയിൽ 126, STക്ക് 63, OBCക്ക് 228, EWSന് 84. ടോട്ടൽ അങ്ങനെ 845 വേക്കൻസി പ്ലസ് എക്സ് സർവീസ് മാൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് 85 വേക്കൻസി ഉണ്ട് കേട്ടോ. എക്സ് സർവീസ് മാന് സെപ്പറേറ്റ് 85 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് കോൺസ്റ്റബിൾ ഡ്രൈവർ പമ്പ് ഓപ്പറേറ്റർ ആണെങ്കിൽ, ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താണ് 116 വേക്കൻസി UR കാൻഡിഡേറ്റ്സ് ചെയ്യുന്നു. OBCന്ന് 75, EWCന്ന് 27, SCന്ന് 41, STക്ക് 20. ആ ഒരു രീതിയിലാണ് വിളിച്ചിട്ടുള്ളത്. 279 വേക്കൻസി വരുന്നത്. അപ്പോൾ എക്സ് സർവീസ് മാൻ അവിടെ 28 വേക്കൻസി ഉണ്ട്. എല്ലായിടത്തും എക്സ് സർവീസ് മാൻ അഡീഷണൽ വേക്കൻസി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. 344 വേക്കൻസി ഒക്കെ URന് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. ഇനി അടുത്തതിൻ്റെ എലിജിബിലിറ്റി നോക്കിക്കോള്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 21 വയസ്സും മാക്സിമം 27 വയസ്സുമാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഫൈനൽ ഡേറ്റിൽ, അതായത് മാർച്ച് 4-ന് നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 21-നും 27-നും ഇടയിലായിരിക്കണം. മാർച്ച് 4-ന് നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത് 21 വയസ്സിനും 27 വയസ്സിനും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്വാളിഫിക്കേഷൻ വേറെ ഒന്നുമല്ല, 10th പാസ്സാണ്. വെറും 10ാം ക്ലാസ്സും പിന്നെ എന്താണ്, ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെല്ലാം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 10th പാസ് പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ഫോളോയിങ് സ്റ്റേജസ്. PET അല്ലെങ്കിൽ PSC. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി ടെസ്റ്റ്, നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് തെളിയിക്കുന്ന ടെസ്റ്റും അതുപോലെ ഈ ഓട്ടം, റണ്ണിങ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഏതിൽ വരുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫിസിക്കലാണ്. അതിൻ്റെ കൂടെ തന്നെ എന്ത് നടത്തും, ഡോക്യുമെന്റേഷനും ട്രേഡ് ടെസ്റ്റും ഒക്കെ നടത്തും. ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പമ്പ് ഓപ്പറേറ്റർ ആകുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണോ എന്നുള്ള ഒരു ട്രേഡ് ടെസ്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. ട്രേഡ് എന്ന് പറയുന്നത് ഡ്രൈവർ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റിംഗ്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കഴിവുള്ളവരാണോ എന്ന് തെളിയിക്കുന്ന ഒരു ട്രേഡ് ടെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഡോക്യുമെന്റേഷൻ, നിങ്ങളുടെ എല്ലാ പ്രൂഫും, നിങ്ങൾ 10ാം ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ പ്രൂഫായിട്ട്
അവർ ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജിലാണ് OMR അല്ലെങ്കിൽ CBT ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടൺ എക്സാമിനേഷൻ വരുന്നത്, വിച്ച് വിൽ ബി ബൈലിംഗ്വൽ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജസ്. ഇംഗ്ലീഷ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അതായത് CBT ആണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് പറ്റും, ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് 10ാം ക്ലാസ് ബേസിസിലുള്ള എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യണം. പക്ഷെ എന്താണ് CBT മോഡാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ. നിങ്ങളുടെ റിട്ടൺ എക്സാമിനേഷനും കൂടെ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത് വരുന്നത്, മെഡിക്കൽ എക്സാമിനേഷൻ ആണെന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചു. റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ആണ് അടുത്തായിട്ട് വരുന്നതെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആവശ്യം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചോളുക. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഡ്രൈവർ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തൊക്കെയാണ്? ഹെവി മോട്ടോർ വെഹിക്കിൾ ഒരു ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ്, ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ, അല്ലെങ്കിൽ അല്ല വേണം, അതിൻ്റെ കൂടെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഉണ്ടായിരിക്കണം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ. ഈ 3 സംഭവങ്ങൾ നിങ്ങൾ ഡ്രൈവർ വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ്? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറുള്ള വണ്ടിയിൽ പഠിച്ച ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ്, കാറൊക്കെ എടുത്തതിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഹെവി മോട്ടോർ വെഹിക്കിൾ എടുത്തതിൻ്റെ, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എടുത്തതിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 3 ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇനി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3 years എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ്. 3 years എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓർ ട്രാൻസ്പോർട്ട്. ഇത് എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത്രയും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എക്സ്പീരിയൻസ് ചോദിക്കും അത്യാവശ്യം എത്ര വർഷം നിങ്ങൾ ചെയ്തു എന്ന്. പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ് അനുസരിച്ചാണ്. 3 years എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ. ആണ് ചോദിക്കുന്നത്. 3 വർഷത്തിന് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഉള്ളതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ദ എക്സ്പീരിയൻസ് ഫോർ എബവ് ഡ്രൈവിംഗ് ഷോൾ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് ദ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസസ്. നിങ്ങളുടെ ലൈസൻസിന്റെ ഡേറ്റ് തൊട്ട് നിങ്ങൾ ഇപ്പോൾ വരെ, അതായത് നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുമല്ലോ, എന്തായാലും ലൈസൻസ് എടുത്ത് ചുമ്മാ ഇരിക്കില്ലല്ലോ. അപ്പോൾ ലൈസൻസ് എടുത്ത് നിങ്ങളൊരു 3 വർഷക്കാലം നിങ്ങൾ വണ്ടി ഓടിച്ച് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. കട്ട് ഓഫ് ഡേറ്റ് ഫോർ ഡിറ്റർമിനിങ് ദ എലിജിബിലിറ്റി ഷോൾ ബി ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് 4/3/2025. അതായത് 4/3/2025 ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു 3 വർഷത്തിന്റെ ടൈമിലെങ്കിലും നിങ്ങൾ വണ്ടി ഓടിച്ചവരായിരിക്കണം. അല്ലെങ്കിൽ എടുത്തിട്ട് ഇപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്ത് 1 വർഷം നിങ്ങൾ വണ്ടി ഓടിച്ചെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ 3 വർഷമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് നിങ്ങൾ കണക്കാക്കേണ്ട, ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇനി അടുത്ത കോൺസ്റ്റബിളിൻ്റെ ഒരു മെയിൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിത്, ഈ ഡ്രൈവിംഗ് വെഹിക്കിൾ പോസ്റ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്, ആൺകുട്ടികൾക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ 10th മെട്രിക് എക്സാം പാസ്സായിരിക്കണം എല്ലാവരും. 10ാം ക്ലാസ് പാസ്സായവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എത്ര മാർക്ക് എന്ന് പറയുന്നില്ല, 10ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. ഇനി അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ സൈക്കിൾ വിത്ത് ഗിയർ. ഇതിലേതെങ്കിലും ഒന്നാണോ എന്നറിയില്ല, പക്ഷേ ഇത് ഹെവി മോട്ടോർ വെഹിക്കിൾ എന്തായാലും ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ഓർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ. എന്തായാലും നോക്കി നോക്കുക കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇങ്ങനെയാണ് അതിൽ കണ്ടീഷനായിട്ട് പറയുന്നത്, നോക്കണം കേട്ടോ. ഇനി അടുത്ത് 3 year ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇൻ എന്താണ് ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഓർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ മതിയോ എന്നും അറിയത്തില്ല. അവൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണെന്ന് അവർ ചോദിക്കുന്നതെന്ന്. ഇനി അടുത്ത ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് ബാർ എന്ന് പറയുന്നത്. 167 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ചെസ്റ്റ് എന്ന് പറയുന്നത് 80-85 സെൻറ്റിമീറ്ററിൽ 80 എക്സ്പാൻഡ് ചെയ്ത് 85 ആവുന്ന രീതിയിലായിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫിസിക്കൽ വരുന്നത് ഇതാണ്. ആദ്യം ഹൈറ്റ് ബാർ ടെസ്റ്റ് ആണ് നടത്തുന്നത്. നിങ്ങൾ ഹൈറ്റ് 167 ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഫിസിക്കലിന് കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 800 മീറ്റർ റണ്ണിങ് ഉണ്ട്, 3 minutes 15 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. 800 മീറ്റർ റണ്ണിങ് 3 minutes 15 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. ലോങ് ജമ്പ് 11 feet 3 ചാൻസ് തരും, അതിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു ചാൻസ് അല്ലെങ്കിൽ നിങ്ങൾ 11 feet ചാടണം. ഹൈ ജമ്പ് 3 feet 6 inch നിങ്ങൾ ചാടണം, 3 ചാൻസ് തരും, അതിലേതെങ്കിലും ഒന്നിൽ ചെയ്യണം. അപ്പം 800 മീറ്റർ റണ്ണിങ്, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഈ 3 സാധനമാണ് നിങ്ങൾക്ക് എന്തായിട്ടുള്ളത്, ഫിസിക്കലായിട്ടുള്ളത്. അപ്പോൾ
ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ, പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഹു ക്വാളിഫൈ ദ ഹൈറ്റ് ബാർ ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അവരുടെ ഹൈറ്റ് ടെസ്റ്റ് പാസ്സായവരാണ് നേരെ ഇതിന് വരുന്നത്. 800 മീറ്റർ റണ്ണിങ് 3 മിനിറ്റ് 15 സെക്കൻഡ്, ലോങ് ജമ്പ് 11 ഫീറ്റ്, ഹൈ ജമ്പ് 3 ഫീറ്റ് 6 ഇഞ്ചസ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. നെയിം ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇനി അടുത്ത ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ട്രേഡ് ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ലൈറ്റ് വെഹിക്കിൾ ആണ്. ടോട്ടൽ 50 മാർക്ക്, അതിൽ ക്വാളിഫയിങ് മാർക്സ് 25 ആയിരിക്കണം. 25 മാർക്കിന് നിങ്ങൾക്ക് കിട്ടണം. അതിൻ്റെ ഒരു എന്തെങ്കിലും ടെസ്റ്റ് അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തുമായിരിക്കും, എവിടെയെങ്കിലും ഓട്ടിക്കാനോ ഒക്കെ പറയുമായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ഹെവി വെഹിക്കിളും ഉണ്ട്, ലൈറ്റ് വെഹിക്കിളും ഉണ്ട്. 50-50 വീതമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രാക്ടിക്കൽ നോളജ് ഓഫ്, നമ്മൾ പമ്പ് ഓപ്പറേറ്ററിനാണെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം ആൻഡ് എബിലിറ്റി ടു ക്യാരി ഔട്ട് മൈനർ റിപ്പയർ ഓഫ് വെഹിക്കിൾസ്. പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് വണ്ടിയുടെ തന്നെ എന്തെങ്കിലും മെഷീനറീസ് കാര്യങ്ങൾ നോക്കാനായിരിക്കും. മോട്ടോർ മെക്കാനിസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 30 മാർക്ക് ചോദിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. 15 ക്വാളിഫയിങ് മാർക്സ് അതിൽ ചോദിക്കുന്നുണ്ട്. ഒരു മിനിമം ക്വാളിഫയിങ് മാർക്ക് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ടെസ്റ്റ് അവരുടെ. ഒന്ന് ഡ്രൈവിംഗ് ടെസ്റ്റും പിന്നെ ഒന്ന് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ നിങ്ങൾക്ക് മോട്ടോർ മെക്കാനിസം ആൻഡ് എബിലിറ്റി ടു ക്യാരി ഔട്ട് മൈനർ റിപ്പയർ ഓഫ് വെഹിക്കിൾസ്. വെഹിക്കിൾസിന്റെ റിപ്പയറിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത അതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ. നമ്മുടെ ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞാൽ എക്സാം വരുന്നത് എന്തൊക്കെയായിട്ടാണെന്നാണ് നോക്കേണ്ടത്. ഒന്നെന്താണ്, പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ GK ആണ് ഫസ്റ്റ്. 20 ക്വസ്റ്റ്യൻസ് 20 മാർക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്സ് ഉണ്ട്, അതും എത്രയാണ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അത് കഴിഞ്ഞ് എന്തുണ്ട്, റീസണിങ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതെന്താണ് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ്, ഒരു കാര്യം കണ്ടാൽ മനസ്സിലാക്കാനുള്ള ശേഷിയാണ് പാർട്ട് ഡി, അതെന്താണ് 20 മാർക്ക്. അത് റീസണിങ്ങിന്റെ അകത്ത് വരുന്നതാണ്. 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇനി അടുത്ത ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ട് 20 മാർക്കിൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് സബ്ജക്ട്സ് വരുന്നത്. GK ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത്ര കാര്യം തന്നെയാണ് എല്ലാ സബ്ജക്ട്സിലും. നമ്മളിപ്പോൾ SSC പഠിക്കുന്നതിലും RRB പഠിക്കുന്നതിലും വരുന്ന ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ്. അതിൽ 1 മാർക്ക് വെച്ചായിരിക്കും 1/4 ആയിരിക്കും നെഗറ്റീവ്. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക്. അപ്പോൾ 120 മിനിറ്റ് നിങ്ങളുടെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 120 മിനിറ്റ് ഉണ്ട്. 2 മണിക്കൂറുണ്ട്. നല്ല ആവശ്യത്തിലധികം ടൈമുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. അത് പിന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. നിങ്ങളുടെ ഇതിൻ്റെ നമ്മളെന്ത് ചെയ്യുക, PDF ഷെയർ ചെയ്തിരിക്കുക, അതിൽ കയറി ഒന്ന് നോക്കുക. എനിക്കിവിടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണ്, നിങ്ങളുടെ ലൈസൻസിൻ്റെ കാര്യത്തിലാണ്. ഫോളോയിങ് ഇതാണ് ശരിക്കും ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഷുഡ് ഹാവ് എ വാലിഡ് ലൈസൻസ് ഇൻ ഈ ഫോളോയിങ് ടൈപ്പ് ഓഫ് വെഹിക്കിളിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി ഓർ ആണോ എന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഹെവി ഏതെങ്കിലും ഒന്നിലായിരിക്കും ചിലപ്പോൾ വേണ്ടത്. അന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഹെവി മോട്ടോറിലാണോ ലൈറ്റ് മോട്ടോറിലാണോ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ആണോ എന്ന് നോക്കിക്കോളുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ, ഹൗ ടു അപ്ലൈ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. ഏതിലാണ് നിങ്ങൾ ചെന്ന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഗോ ടു ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് CISFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള https://CISF recruitment CISF.gov.in എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഹോം പേജ് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ഓപ്ഷൻ കാണും. അതിൽ ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്ത് കയറുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ് CISF കോൺസ്റ്റബിൾ ഡ്രൈവർ റിക്രൂട്ട്മെന്റ് അവിടെ ക്ലിക്ക് ചെയ്യാൻ കാണും. അപ്ലൈ ഓൺലൈൻ എന്ന് അവിടെ തന്നെ പോസ്റ്റ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ഓൺ ദ സ്ക്രീൻ. ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ഫില്ലപ്പ് എല്ലാ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഈ പറയുന്ന ഹെവി ലൈസൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡോക്യുമെന്റ്സ്, അവർ പറയുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ഡോക്യുമെന്റ്സോ എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഓൺലൈൻ പേയ്മെന്റ് നടത്തുക. അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു കൃത്യമായ ഒരു അഡ്രസ്സ് അവർ ചോദിക്കും. കേരളക്കാരുടെ ഒരു അഡ്രസ്സ് ഇതാണ് പറയുന്നത്. സദേൺ സെക്ടറിലുള്ളവർ ഈ DIG CISF ഈ ഒരു ഇതിലേക്കാണ് അയക്കേണ്ടതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. എന്തായാലും ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അത് നിങ്ങൾ ഒരു അടുത്തുള്ള കഫേയിലോ എന്തെങ്കിലും പോയി ചെയ്യുക. ആദ്യം ഒന്ന് ലാപ്പിലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തൊന്ന് നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന്. എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫെബ്രുവരി 3-നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ തൊട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. ഫെബ്രുവരി 3-നാണ് ഓപ്പണിംഗ് ആവുന്നത്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മാർച്ച് വരെ ടൈമുണ്ട്. അതിനെപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി നോക്കുക. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, PDF നമ്മൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിരിക്കുക. അതിൽ
കയറി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് എന്താണ് ഒരു അവസരം എന്നുള്ള ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളുക. അത് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ് ജോബ് തന്നെയാണ്, അതുകൊണ്ട് സാലറിയും അതിനനുസരിച്ച് തന്നെ കാണും. അപ്പോൾ നല്ല ഉറപ്പോടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.